Hello friends, welcome to channel goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാനും അതുപോലെ പരിചയപ്പെടാനൊക്കെ പോകുന്ന ഒരു ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ ആണ്. ഫിലിപ്സിന്റെ ഒരു 600 വാട്ടിന്റെ ഒരു ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് സുജാതയുടെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ഭയങ്കര കോമ്പാക്റ്റ് ആണ്. നമുക്ക് അധികം സ്പേസ് വേണ്ട. സുജാത നിങ്ങൾക്ക് അറിയായിരിക്കും അത്യാവശ്യം നല്ല വലിയ സാധനമാണ്. നിങ്ങൾക്ക് ജ്യൂസറായിട്ടൊക്കെ കാണുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഭയങ്കര സൈസ് വരുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ചെറിയൊരു മോഡലാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ആ ഫ്രെയിമിൽ ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇത് മോഡൽ വരുന്നത് മോഡൽ എന്താ HL7578 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്കിതിൽ 2 എക്സ്ട്രാ ജാറും കൂടി വരുന്നുണ്ട്. നമുക്ക് ആമസോണിൽ നമ്മൾ വാങ്ങിച്ചതാണ്. നമുക്ക് ആമസോണിൽ പ്രൈസ് വന്നത് 4000-ൻ്റെ റേഞ്ചിലേക്കാണ് നമുക്ക് പ്രൈസ് വന്നത്. നമ്മൾ ആക്ച്വലി ചിലപ്പോൾ കൂടിയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ ഈ റേഞ്ചിൽ ഒരു നല്ലൊരു സംഭവമാണ്. ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫിലിപ്സിൻ്റെ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ക്വാളിറ്റി പിന്നെ സർവീസ് സെൻറ്ററും എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അതും ഇഷ്യൂ ഇല്ല. പിന്നെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു കോമ്പാക്ട് സൈസാണ്. ഞാൻ കോമ്പാക്ട് സൈസ് നോക്കിയിട്ടാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ സുജാതയുടെ മിക്സി ഉപയോഗിക്കുന്നുണ്ട്, മിക്സി പ്ലസ് ജ്യൂസർ. പക്ഷേ സാധനം മറ്റേ ജ്യൂസറാക്കി എടുത്ത് വെക്കാൻ ഭയങ്കര പാടാണെന്ന് വെച്ചാൽ അത്രയ്ക്കും എന്താ പറയുക ഒരു സൈസ് കൂടും ഭയങ്കരമായിട്ട്. ഓൾറെഡി നമ്മുടെ കിച്ചൺ ആകെ ഒരു എന്താ പറയുക നിറഞ്ഞ പോലെ തോന്നും അതും കൂടി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയൊരു ജ്യൂസർ നമ്മൾ നോക്കിയതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസ് നല്ല ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് കുറച്ചും കൂടി ഹെൽത്തിയാണ്. കുറച്ചും കൂടി നമുക്ക് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഡയറ്റൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ജ്യൂസ് ആയാലും ഫ്രൂട്ട് ജ്യൂസ് ആയാലും. അപ്പോൾ ഫീച്ചേഴ്സ് ഞാൻ കുറച്ച് പറഞ്ഞില്ല. ഈ ടർബോ പവർ മോട്ടറാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് 3 സ്റ്റെപ്പ് ഈസി ജ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. പിന്നെ ന്യൂട്രി ജ്യൂസ് ജാർ ഇതിനോട് ഇൻബിൽഡ് വരുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പം. ഞാൻ പറഞ്ഞില്ല ഭയങ്കര സംഭവം ചെറുതാണ്, അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ സുജാതയുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കടലക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ രാത്രി ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ഇത് ഭയങ്കര ഹെക്റ്റിക്കാണ് എനിക്ക് സുജാതയുടെ ജ്യൂസർ ക്ലീൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ അത്രയ്ക്കും സൈസും കൂടുതലാണ്, എന്ന് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റി ഒക്കെ കൂടുതലാണ് ഭയങ്കരമായിട്ട്. പിന്നെ നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്, 5 ഇയർ വാറണ്ടി മോട്ടറും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി ഒരു കോൺ എന്ന് പറയാൻ ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഒരു പിങ്കും വൈറ്റും ആയിട്ടുള്ള കളറാണ്. അങ്ങനെ ഒരു കളർ മാത്രം. ശരിക്കും ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിനെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും സംഭവം ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ എന്താ പറയുക നമ്മുടെ ചാനലിലെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളൊരു ഹോം പേജ് പോലെ എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറി പോലെ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കൂടി എല്ലാത്തിനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി എളുപ്പമാക്കാനൊരു സംഭവമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി കുറച്ച് ഗീവ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും കാണാത്തവരും പോയി കാണുക. എല്ലാത്തിനും ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം ലാസ്റ്റായിട്ട്. അപ്പോൾ പങ്കെടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ബോക്സ് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ബോക്സ് കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ജ്യൂസർ മിക്സർ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിവോ കളക്ഷനിലാണ് വരുന്നത്. 600 വാട്ട് അതുപോലെ ന്യൂട്രി ജാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഫീച്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. മോർ ജ്യൂസിങ് സൂപ്പീരിയർ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പടം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു പിങ്കും ഒരു ഇതും കളറാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാം. MRP കൊടുത്തേക്കുന്നത് 5595 രൂപയാണ്. നമുക്ക് പ്രൈസ് വരുന്നത് ബൈയിങ് പ്രൈസ് 4000 ആ റേഞ്ചിലേക്ക് വരുന്നത്. പിന്നെ നമുക്കിതിൽ മാനുഫാക്ചർഡ് ബൈ ഫിലിപ്സ് തന്നെയാണ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൽ വാരിക ഡീറ്റെയിൽസ് ഞാൻ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ 2022 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ സീല് പൊട്ടിക്കുകയാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, തീരെ വെയിറ്റില്ല തീരെ. അപ്പോൾ ഈസി ആയിട്ട് പൊക്കി കിടക്കാനൊക്കെ ബോക്സൊക്കെ കൊണ്ടു കൊടുക്കാൻ നല്ല ഈസിയാണ്. എന്ന് വെച്ചാൽ സാധനം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മുകളിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിലിപ്സിൻ്റെ ഒരു അതിൻ്റെ എല്ലാത്തിനും ഈ മോഡലിന് എല്ലാത്തിനും ഈ സെയിം സാധനം തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ മോഡലിന് എല്ലാത്തിനും ഇതെനിക്ക് തോന്നുന്നത് യൂസർ മാനിലതുണ്ട്, ഭയങ്കര ചെറുതായി പോയി യൂസർ മാനിൽ. അപ്പോൾ അതുണ്ട് ഈ കളറാണ്, ലൈലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ് വരുന്നത്. അപ്പം മെയിൻ നമ്മുടെ ഡിവൈസ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും അതൊരു പ്ലാസ്റ്റിക് കവറിങ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിയും കൊള്ളാം, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഉണ്ട് ഇത്രേ ഉള്ളൂ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ എന്തായാലും ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് കാണിച്ചു തരാം.
നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. സ്വിച്ചും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മുടെ ജ്യൂസർ ഫിറ്റഡ് ആയിട്ടാണ് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് വന്നേക്കുന്നത് ഒരു നമ്മുടെ ഫ്രൂട്ട് ജാറും എന്താ ഒരു റാപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ജാറ് ലോക്കൊക്കെ വരുന്ന ടൈപ്പ് ജാറാണ്. ജാറ് ഫുള്ള് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് ലോക്ക് മെക്കാനിക്സ് ആണ് കണ്ടു. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു ചട്നി ജാറെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം ഹാർഡായിട്ടുള്ള സംഭവങ്ങൾ, അതും മുകളിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, പക്ഷേ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. നല്ല സീലിങ്ങും വരുന്നുണ്ട്, തുറക്കാനൊക്കെ നല്ല പാടാണ്. അപ്പോൾ ഇങ്ങനൊരു കിറ്റൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ സംഭവം. ഫിനിഷിങ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും നമുക്കിതൊന്ന് നമ്മുടെ കിച്ചണിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ മിക്സർ, നമ്മുടെ ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ നമ്മുടെ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം എത്രയേ ഉള്ളൂ, ഭയങ്കര ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ നമുക്കിത് കീപ്പ് ചെയ്യാൻ അത്ര സ്ഥലമൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജ്യൂസർ ഫിറ്റ് ചെയ്താൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം നമുക്ക് ദൂരെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് മുകളിലേക്ക് ആക്കാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ജ്യൂസ് വരുന്ന ഒരു പോട്ടാണ്. പിന്നെ നമുക്ക് ഇതിൽ ഓൾറെഡി റൗണ്ട് ഷേപ്പാണ് വരുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇടാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് അറ്റാച്ച്മെൻറ്റ്സ് പറഞ്ഞാൽ അത് നമ്മുടെ നോർമൽ ജ്യൂസറിൻ്റെ പോലെ തന്നെയാണ്, വേറെ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതാണ് നമ്മുടെ ജ്യൂസറിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പൾപ്പിനെയും ഇതിനും സെപ്പറേറ്റ് ചെയ്യുന്ന ആ അരിപ്പ പോലത്തെ സംഭവം. ഇതിൽ നിന്നിട്ട് അരിഞ്ഞിട്ടാണ് ജ്യൂസായിട്ട് പോണത്. പിന്നെ നമുക്ക് ഈ പൾപ്പ് വരുന്ന ഭാഗം ഇവിടെയാണ്. ഇത് ആക്ച്വലി എടുക്കാൻ പറ്റുന്നതാണല്ലോ, ലോക്ക്ഡൗണുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് പൾപ്പൊക്കെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഊരാൻ പറ്റും, കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഊരെടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും പ്ലഗിൽ കുത്തിയിട്ട് അപ്പോൾ നമുക്ക് പ്ലഗിൽ കുത്തിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയാൻ പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ കൂടെ 2 ജാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഷെയ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കത് ഊരെടുക്കാൻ, ഞാനത് ഊരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഊരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നോർമൽ നമ്മുടെ ഇത് നമുക്കതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ട. നമുക്ക് എന്തായാലും നമ്മുടെ പ്ലഗ് ഒന്ന് കുത്തി നോക്കാം, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഇതിൽ പ്ലഗ് വരുന്നത് 2 പിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പിന്ന് കുത്തി ഞാൻ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇൻഡിക്കേഷൻ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, അതൊരു കോണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈസി ആയിട്ട് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് കുറച്ച് എനിക്ക് കൂടുതലായിട്ട് തോന്നി. 1 തന്നെ നമുക്കിതിൽ പൾസ് മോഡും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് 3 സ്പീഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പീഡ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും അതിൻ്റെ കൂടെ കിട്ടിയ വേറൊരു ജാറാണ്. നമുക്കിത് എന്താ പറയുക, ഇതിനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്യാം, നമ്മുടെ ഹാർഡ് സർഫസസ് ചട്നി ജാറെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ചട്നി ജാറെന്ന് തന്നെയാണ് ഇത് നമുക്ക് ഇങ്ങനെ ഈ സൈഡ് തന്നെ വയ്ക്കാം. ഇത് നമുക്ക് ഇതിൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ആ ലോക്കായി കഴിഞ്ഞാലേ നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ആ ലോക്കായി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അതൊരു നല്ലൊരു പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെക്കുക വേണ്ടു. ഇത് വെറുതെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ലോക്കാവും വേണ്ട, ആ സൈഡിലേക്ക് ലോക്കാവും. അടുത്ത് നമുക്ക് ഈ ബ്ലേഡ് വെക്കുക. ബ്ലേഡ് ജസ്റ്റ് പ്രസ്സാണ്, ജസ്റ്റ് ടൈറ്റായി, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലും ഇവിടെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട് കണ്ടു, അവിടെ വെച്ചു ലോക്കായി കണ്ടു. ഇത്രേ ഉള്ളൂ കാര്യം. ഭയങ്കര ഈസിയാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് ചെറുതായേണ്ട ഒരു ഗുണം അങ്ങനെയും നമുക്ക് കിട്ടുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലിപ്സിൻ്റെ ജ്യൂസർ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് നമ്മൾ ലിങ്ക് ഇടുന്നുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ.